ഈ അപകടമുണ്ടായ മേഖലയിൽ നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും ഇവിടെ സമീപത്തായിക്കൊണ്ട് സ്കൂൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ആളുകളെ മാറ്റിയിരിക്കുന്നത്. അവിടേക്ക് ഈ പ്രദേശത്തുള്ള കുടുംബാംഗങ്ങളെ മാറ്റിയതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഭാഗത്ത് അപകട സാധ്യതയുണ്ട് എങ്കിൽ ആ ആളുകളെ കൂടി മാറ്റും എന്നുള്ള വിവരങ്ങൾ കൂടി ജില്ലാ ഭരണകൂടം ലഭ്യമാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അപകട മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ ആയിക്കൊണ്ടാണ് വരുന്നത്. അത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ, ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പേരെ ഇങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് കടന്നു വരുന്ന ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അവിടെ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വരുന്ന ഇത് കാഴ്ച കാണാനായി വരുന്ന ആളുകളെ മുഴുവനായും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരെ ഇങ്ങോട്ട് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇവിടെ ഭാഗത്ത് എത്തുന്നുണ്ട്. അവർ പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നതിനൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവുന്ന ഉദ്യോഗസ്ഥർക്ക് വെള്ളവും ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള പ്രവർത്തനം കൂടിയുണ്ട്. അത്തരത്തിൽ എത്തുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് കടത്തിവിടുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെയും അതുപോലെ ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നവരെയും മാത്രമാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കടത്തിവിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാഴ്ച കാണാൻ വരികയും ഉള്ളിലേക്ക് എത്തിക്കൊണ്ട് ഈ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഭാഗങ്ങളിലേക്ക് ആളുകൾ എത്തുമ്പോൾ അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. വളരെയേറെ ജാഗ്രതയോടുകൂടെ മാത്രമേ ഈ ഭാഗത്തെ ഇപ്പോൾ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുള്ളൂ. ഇനിയും അപകടം പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അവിടെ എത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുകയോ മറ്റുമൊക്കെ ചെയ്യുന്നത് വലിയ രീതിയിൽ അത് അവരുടെ റീച്ചിന് വേണ്ടി കൂടുതലുള്ള പ്രവൃത്തിയായിരിക്കാം. പക്ഷേ അത് വലിയ അപകടം വരുത്തിവെക്കും. അതുകൊണ്ടാണ് അത്തരം ആളുകളൊന്നും ഈ ഭാഗത്തേക്ക് വരരുത് എന്നുള്ള നിർദ്ദേശം പോലീസ് പുറപ്പെടുവിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ ആ ഭാഗങ്ങളിൽ ക്യാമ്പ് ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം. ഇത്തരത്തിലുള്ള അപകട സ്ഥലത്തേക്ക് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ആ സ്ഥലം സന്ദർശിക്കാനുമായി അവിടേക്ക് പോകല്ലേ എന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ അപകട സ്ഥലം അവിടെ വീണ്ടും മണ്ണിടിയാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ടായേക്കാം. അപ്പോൾ കൂടുതൽ പേർ അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ കള്ളാടി ആ തുരങ്കപാതയ്ക്ക് സമീപത്ത് വലിയ രീതിയിൽ വലിയ മേഖലയിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അതിന്റെ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് എത്രത്തോളം ആഘാതം, എത്രത്തോളം വ്യാപ്തി ആ അപകടത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇപ്പോഴും തെരച്ചിൽ അവിടെ പുരോഗമിച്ചു വരികയാണ്. സമയം ഇപ്പോൾ സന്ധ്യയാവുകയാണ്. രാത്രി വൈകിയാലും ഈ കണ്ടെത്താനുള്ളവർക്കായുള്ള തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. 4 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. ഇനി 5 പേരെയാണ് കണ്ടെത്താനുള്ളത്.